ഗൈസ് ഇന്ന് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തൊട്ടിട്ട് നമ്മളിപ്പോൾ നേപ്പാൾ എത്തിയിട്ടോ. രാവിലെ തൊട്ടിട്ട് ഡിങ്കൻ്റെ പുറകിലായിരുന്നു. കാരണം ഡോറ് ക്ലോസ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്നലെ നോക്കിക്കഴിഞ്ഞപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതിൻ്റെ റോഡ് എന്തോ കംപ്ലൈൻ്റ് ആണ് വേണ്ടിട്ട് അതിൻ്റെ എൻഡിലുള്ള ഒരു നമുക്ക് ഡോറ് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഉറങ്ങാനൊക്കെ ബുദ്ധിമുട്ടാണല്ലോ, നമുക്കൊരു സമാധാനം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇവിടുത്തെ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ നമുക്ക് പാർക്കിംഗ് ഒക്കെ സെറ്റായത് കേട്ടോ. നമ്മൾ റൂം എടുക്കണം എന്നൊക്കെ വിചാരിച്ചപ്പോൾ റൂമിനൊക്കെ ഒരുപാട് ഫണ്ടാണ്. ഞങ്ങളെന്തോ നമ്മുടെ ഒരു ഭാഗ്യം കൊണ്ട് നമുക്ക് നമ്മുടെ ഒരു എന്താ പറയുക ഒരു ബയ്യ വേറെ ഉണ്ടായിരുന്നു. അങ്ങനെ ബയ്യയുടെ ഒരു ഇതിൽ നമ്മുടെ അടുത്ത് പറഞ്ഞു അവർ ഫാമിലി ആയിട്ട് റെസ്റ്റോറൻറ്റ് നടത്തുകയാണ്. ഹസ്ബൻഡും വൈഫും ഒരു കുട്ടിയുണ്ട്. അപ്പോൾ അവരങ്ങനെ നടത്തുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തോ ടോയ്ലറ്റൊക്കെ യൂസ് ചെയ്തോ എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ രക്ഷപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ബയ്യ നമ്മളെ ഒരു വർക്ക്ഷോപ്പിൽ വണ്ടി കൊണ്ടുപോയി ഇട്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും പയ്യയും കൂടെയാണ് പോയത്. പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മളെ പറ്റിക്കും. അപ്പോൾ നാടാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നിപ്പോൾ ചുമ്മാ അങ്ങനെ ലൈക്ക് സൈഡിലേക്കൊക്കെ ഇറങ്ങിയതാണ്. അപ്പോഴാണ് വീഡിയോ നമുക്ക് ഇന്ന് രാവിലെ തൊട്ടിട്ട് ഒരേ ഓട്ടോ ആയിരുന്നു ഞങ്ങൾ. അപ്പോൾ വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാനും പറ്റിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി നമ്മുടെ ഡിങ്കനൊന്ന് സെറ്റായി കിട്ടാതെ ആകെ ഷോക്കായിട്ടിരിക്കുകയാണ് കേട്ടോ. അതൊന്ന് റെഡി ആയി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ പുറകെ തന്നെയാണ്. ഈ വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്യില്ല ഗൈസ്. എന്നാലും വണ്ടി നമുക്ക് ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ പോയി എടുക്കാൻ പോവുകയാണ്. വേറെ ഒരു പ്രശ്നവും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ആ കംപ്ലൈൻറ്റൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. വേറെ എന്തോ ഒരു കംപ്ലൈൻറ്റ് കൂടെ പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ നമ്മുടെ ബയ്യെ കൂടെ വന്നിട്ട് അത് ചെക്ക് ചെയ്തിട്ട് പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. നാളെ പറ്റുമെന്ന് കരുതുന്നു. വേറെ ഒരു കുഴപ്പമില്ലെങ്കിലാണ്. യാത്ര എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് സമാധാനമാണല്ലോ. നമ്മുടെ മെയിനാണ് നമ്മുടെ ഡിങ്കെന്ന് പറയുന്നത്. ആളില്ലെങ്കിൽ പിന്നെ നമ്മളില്ല. അപ്പോൾ എന്തെങ്കിലും ഒന്ന് വാഷ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് ഇത്ര സമയം, പക്ഷേ വാഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മളെന്തായാലും ഇനിയിപ്പോൾ ചുമ്മാ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ ലേക്ക് സൈഡിലേക്ക് ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇനി നമുക്ക് പോയി വണ്ടി എടുക്കാനും ഉണ്ട്. അപ്പോൾ നമ്മളുടെ അടുത്ത വീഡിയോ ആയിട്ട് എന്തായാലും നാളെയൊക്കെ ആയിട്ട് തീർച്ചയായും നമ്മൾ വരും. അപ്പോൾ ഡിങ്കൻ്റെ പണിയൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ട് നമ്മൾ ഡിങ്ങനെ കാണിച്ചു തരാം. വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിൻ്റെ ഇടിച്ച ചളുക്കൊന്നും ശരിയാക്കാൻ ഇപ്പോൾ എല്ലാവർക്കും നാട്ടിൽ പോയിട്ടേ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഇത് പറയാൻ വേണ്ടി വന്നതാണ് അല്ലേ. നാളെ നമ്മളുടെ വീഡിയോ എന്തായാലും 7 മണിക്ക് കറക്റ്റ് ഉണ്ടാവും. എല്ലാവരും കാണണം. അതെ, തീർച്ചയായും ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മാക്സിമം എങ്ങനെയും നമ്മൾ എന്തായാലും നാളെ എത്തിയിരിക്കും. അപ്പോൾ നമ്മൾ എന്തായാലും അടുത്ത വീഡിയോ നാളെ ആയിട്ട് കാണുമായിരിക്കും എല്ലാവർക്കും.